അപ്പോൾ ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പ്രഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഡിസീസ് കണ്ടീഷനാണ് ഷിഗല്ലോസിസ്. കുറേ ജില്ലകളിൽ തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒട്ടുമിക്ക ആളുകളും പേടിക്കുന്ന ഒരു വിഷയമാണ്. അതിന് നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. അതിന് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ പ്രതിരോധിച്ചാൽ പമ്പ കടക്കും. ഷിഗല്ല അല്ലെങ്കിൽ ഏത് വന്നാലും പമ്പ കടക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഷിഗല്ല ബാധിക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരാൾ ഒരു അഴുക്ക വെള്ളമോ അല്ലെങ്കിൽ അഴുക്ക ആഹാരമോ അയാൾ കഴിക്കുന്ന, അല്ലെങ്കിൽ ഈച്ചകളൊക്കെ വന്നിരിക്കുന്ന അഴുക്ക ആഹാരം അയാൾ കഴിക്കുമ്പോഴത്തേക്കും ഷിഗല്ല എന്ന് പറയുന്ന ബാക്ടീരിയ അയാളുടെ ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് എത്തുന്നു. ഇത് ലാർജ് ഇൻറ്റസ്റ്റൈനിൽ എത്തിയതിന് ശേഷം നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ സെൽസ് ഉണ്ട്, ഫിംഗേഴ്സ് പോലത്തെ, അതിന് നമ്മൾ വില്ലേ എന്ന് പറയും. അതിൽ ഈ ബാക്ടീരിയ ചെന്നിരിക്കും. അവിടെ ഇരുന്ന് ഇത് പെരുകി മൾട്ടിപ്ലൈ ചെയ്യും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ നമ്മുടെ ബോഡി ഒരു ഡിഫൻസ് മെക്കാനിസം, അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു തരത്തിൽ അത് ഇൻഫ്ലമേഷൻ നടക്കും. നമ്മുടെ വയറ്റിൽ ഇൻഫ്ലമേഷൻ സംഭവിക്കും. ഓക്കെ, കുടലിൽ ഇൻഫ്ലമേഷൻ സംഭവിച്ചതിന് ശേഷം അത് നമ്മുടെ എപ്പിത്തീലിയൽ സെൽസിനെ പതിയെ ഡിസ്ട്രോയ് ചെയ്യാൻ തുടങ്ങും. ഇത് ഡിസ്ട്രോയ് ചെയ്യാൻ തുടങ്ങുന്നത് കൊണ്ട് തന്നെ അവിടെ അൾസറേഷൻ പോലെയുള്ള ഉണ്ടാവാൻ തുടങ്ങും. അൾസേഴ്സ് ഫോം ചെയ്യും. അങ്ങനെയായിരിക്കും ഫസ്റ്റ് ഈ പേഷ്യൻറ്റിന് ഒരു അബ്ഡോമിനൽ പെയിൻ അല്ലെങ്കിൽ ഭയങ്കര വയറുവേദന അങ്ങനെയുള്ള രീതിയിലൊക്കെ പേഷ്യൻറ്റ് പ്രകടിപ്പിക്കും. ഫസ്റ്റ് സിംറ്റംസ് കാണിക്കാൻ തുടങ്ങും. അത് പതിയെ നമ്മുടെ ഡീജനറേഷൻ സംഭവിക്കും. ഇൻറ്റസ്റ്റൈനൽ വാൾസിൻ്റെ ഡീജനറേഷൻ സംഭവിക്കും. എപ്പിത്തീലിയൽ സെൽസ് എന്തെയും ഡിസ്ട്രക്ട് ചെയ്ത് ഇളകി പോകാൻ തുടങ്ങും. ഓക്കെ, ലോക്കലി ആ അഫക്റ്റഡ് ആയിട്ടുള്ള പെർട്ടിക്കുലർ പാർട്ട് ഇളകി വരാൻ തുടങ്ങും. അങ്ങനെ അവിടെ പേഷ്യൻറ്റിൻ്റെ ബ്ലീഡിങ് തുടങ്ങും. ഈ ബ്ലീഡിംഗ് ആണ് പേഷ്യൻറ്റിൻ്റെ മോഷനിൽ കൂടെ മ്യൂക്കസിൻ്റെ അംശവും ബ്ലഡിൻ്റെ അംശവും ഉണ്ടാവും പേഷ്യൻറ്റിൻ്റെ മോഷനിൽ കൂടെ. അങ്ങനെ പേഷ്യൻറ്റിന് ഡിസെൻട്രി കണ്ടീഷൻ നടക്കും. നമ്മൾ ഡയറിയ തുടങ്ങിയ സാധനം ഇപ്പോൾ ഡിസെൻട്രി വരെ എത്തും. അപ്പോൾ ഫസ്റ്റ് ഷിഗല്ലോസിസ് ഉള്ള പേഷ്യൻറ്റ് ഡയറിയ വരും, അബ്ഡോമിനൽ ക്രാമ്പ് വരും, പെയിന് വരും. അത് പിന്നെ ഗ്രാജുവലി ഡിസെൻട്രിയിലോട്ട് പോകും. ഈ ഷിഗല്ല എന്ന് പറയുന്ന ഈ ബാക്ടീരിയ 3 ടോക്സിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എൻഡോടോക്സിൻ, എക്സോടോക്സിൻ, സൈറ്റോടോക്സിൻ. ഈ 3 ടോക്സിൻ മൂലമാണ് നമുക്ക് ഈ സിംറ്റംസ് എല്ലാം ഉണ്ടാകുന്നത്. എൻഡോടോക്സിൻ എന്ന് പറയുന്ന ടോക്സിനാണ് നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ വാൾസിനെ ഇറിറ്റേറ്റ് ചെയ്തിട്ട് അവിടെ അൾസർ ഫോം ചെയ്യുന്നതിനുള്ള റീസൺ. ഇനി എക്സോടോക്സിൻ ആണ്, അല്ലെങ്കിൽ നമുക്ക് അതിനെ ന്യൂറോടോക്സിൻ എന്ന് വിളിക്കാം. ഈ ന്യൂറോടോക്സിൻ എന്ത് ചെയ്യും? നമ്മുടെ ഒരു കണ്ടീഷൻ, ഒരു പേഷ്യൻറ്റിന് സിവിയർ കണ്ടീഷനിലേക്ക് പോകുമ്പോഴത്തേക്കും അത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കും. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ ബാധിച്ചതിന് ശേഷം സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ ബ്ലഡ് വെസൽസിനെ ഇത് ചെന്ന് ഡാമേജ് ചെയ്യും. അങ്ങനെ ഈ പേഷ്യൻ്റ് എന്ത് ചെയ്യും? ഫൈനലി ഒരു ഡെത്തിലോട്ടാണ് പോവുക. അതുകൊണ്ടാണ് ഷിഗല്ലോസിസ് നേരെ ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡെത്തിലേക്ക് ചെന്നെത്താനുള്ള റീസൺ. ഓക്കെ, അപ്പോൾ ഷിഗല്ലോസിസ് ഒരു പേടിക്കേണ്ട കണ്ടീഷൻ അല്ല. അതിനെ അതിൻ്റേതായിട്ടുള്ള രീതിക്ക് ഒന്ന് കെയർ ചെയ്ത് നോക്കിയാൽ മതി. എന്ത് ഫുഡ് കഴിക്കുന്നതിന് മുന്നേ പ്രോപ്പറായിട്ട് കൈ ഹാൻഡ് വാഷ് ചെയ്യുക. ഓക്കെ, നല്ല ക്ലീൻ ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ നോക്കുക. ഇത്രയാണ് ഷിഗല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.